നമസ്കാരം. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ഒരു കിടിലൻ സമ്മാനവുമായാണ് ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ് എത്തിയിരിക്കുന്നത്. എന്താണ് സമ്മാനം എന്നല്ലേ? മോഹൻലാൽ നായകനായ കിരീടം മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല. ആ ഒരൊറ്റ ചിത്രത്തിലൂടെ ജനങ്ങൾക്ക് ശ്രദ്ധേയമായതാണ് കിരീടം പാലം. പല രംഗങ്ങളിലും പശ്ചാത്തലമായി വരുന്ന പാലമാണിത്. തിരുവനന്തപുരത്തെ വെള്ളായണിയിലെ കിരീടം പാലം ഇന്ന് സന്ദർശകരെ ആകർഷിക്കുന്നതിനുള്ള പ്രധാന സ്ഥലമായി മാറിക്കഴിഞ്ഞു. ഇപ്പോഴിതാ ആ പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞതായി PM മുഹമ്മദ് റിയാസ് അറിയിച്ചു. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ സമ്മാനം മുഹമ്മദ് റിയാസ് നൽകിയത്. കിരീടം പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞു. മലയാളികളുടെ മനസ്സിൽ കിരീടം സിനിമയ്ക്കൊപ്പം പതിഞ്ഞതാണ് ആ പാലവും. നെൽപ്പാടങ്ങൾക്ക് നടുവിലെ ചെമ്മൺ പാതയിൽ മോഹൻലാലിന്റെ സേതുമാധവനും ശ്രീനാഥും കണ്ടുമുട്ടുന്ന രംഗങ്ങൾക്ക് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന ഇക്കാലത്തെ മികച്ച ഗാനങ്ങളിലൊന്ന് സാക്ഷ്യം വഹിച്ച ഈ പാലം മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലിനെയാണ് അടയാളപ്പെടുത്തുന്നത്. കിരീടം പാലത്തെയും വെള്ളായണി കായലിൻ്റെ മനോഹാരിതയും ആസ്വദിക്കാൻ സാധിക്കുന്ന വിധത്തിൽ സിനിമയുടെ ദൃശ്യങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തും വിധം നടപ്പിലാക്കുന്ന പദ്ധതി നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയെന്നാണ് മുഹമ്മദ് റിയാസ് അറിയിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും മോഹൻലാലിന് മാത്രമല്ല, മലയാളികൾക്ക് മുഴുവൻ അഭിമാനം നേട്ടമെന്ന് തന്നെ പറയാം. സിനിമ ഹിറ്റായതിന് പിന്നാലെ നിരവധി പേരാണ് പാലം കാണാനെത്തിയിരുന്നത്. സൈൻ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി 1 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരുന്നത്. പ്രകൃതി രമണീയമായ ഈ ഭൂപ്രദേശത്ത് വിവിധ ഇനം പക്ഷികളെയാണ് കണ്ടുവരുന്നത്. കായലിനോട് ചേർന്ന് കുടുംബത്തോടെ വന്നിരിക്കാനുള്ള കേന്ദ്രങ്ങൾ, കായലിൽ ബോട്ടിംഗ്, കായൽ വിഭവങ്ങൾ രുചിക്കാനുള്ള സൗകര്യം എന്നിവയൊക്കെ ഒരുക്കി സഞ്ചാരികൾക്ക് മികച്ച ആസ്വാദനം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാകുമിതെന്ന കാര്യത്തിൽ സംശയമില്ല.